33 വർഷം പൂർത്തിയാക്കിയ സഫ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ മേലാറ്റൂരിലെ സഫ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം നാളെ രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. മേലാറ്റൂരിലെ സഫ ജ്വല്ലറിയെ പറ്റിയിട്ട് കൂടുതൽ വിശദാംശം നമുക്ക് പറയേണ്ടതില്ല എങ്കിൽ പോലും കഴിഞ്ഞ 33 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സഫ ജ്വല്ലറിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സ്റ്റോർ എന്ന രീതിയിൽ മേലാറ്റൂരിലാണ് ആ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള സ്റ്റോറാണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന സ്റ്റോർ. നേരത്തെ ഉച്ചാരക്കുള്ള സ്റ്റോറിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് സ്റ്റോറാണ്. തീർച്ചയായിട്ടും നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു വൈഡ് എക്സ്പാൻഷൻ സഫ ജ്വല്ലറി മുന്നോട്ട് പോവുകയാണ്. അതായത് അടുത്തൊരു 5 വർഷത്തിനകത്ത് ഒരു 100 പുതിയ സ്റ്റോറുകൾ എന്നുള്ള എക്സ്പാൻഷന് വേണ്ടി സഫ ജ്വല്ലറി മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സഫ ഗ്രൂപ്പിന് അണ്ടറിലുള്ള ജ്വല്ലറി അടക്കം വരാൻ പോകുന്ന ജ്വല്ലറിയെ പോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറി ആയി മാറണം എന്നുള്ള ഒരു വിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മേലാറ്റൂർ അടക്കമുള്ള സഫ ജ്വല്ലറിയെ നവീകരിച്ച് ഏറ്റവും എൻറിച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കിട്ടിയ പോലെ തന്നെ നാളെ കാലത്ത് 10 മണിക്കാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങിലൂടെ സഫ ജ്വല്ലറിയുടെ റീലോഞ്ച് 33ാമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള റീലോഞ്ച് നാളെ നടത്തുന്നത്. ബഹുമാനപ്പെട്ട MD KTM സലാം സാർ തന്നെയാണ് നമ്മുടെ ഇനോഗ്രേഷൻ നാളെ നടത്തുന്നത്. സഫ ജ്വല്ലറിക്ക് 33ന്റെ ചെറുപ്പം എന്നുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 33 വയസ്സായെങ്കിൽ പോലും ആ 33 വയസ്സ് ആക്ച്വലി ഒരു വലിയൊരു അധ്വാനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, മാനേജ്മെന്റിന്റെ ആണെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന്റെ ആണെങ്കിലും സ്റ്റാഫുകളുടെ ആണെങ്കിലും കസ്റ്റമേഴ്സിന്റെ ആണെങ്കിലും ഒക്കെ ഒരു വലിയൊരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ സഫ ജ്വല്ലറി സസ്റ്റെയിൻ ചെയ്തിട്ട് 33 വർഷം പിന്നിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു 33ാമത്തെ വർഷത്തിന്റെ ആനിവേഴ്സറിയുടെ കൂടി തന്നെ നമ്മൾ നല്ലൊരു മികച്ച ഓഫർ സഫ ജ്വല്ലറി അല്ല, ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും കാലം വരാത്ത രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഓഫറാണ് അടുത്ത 20 ദിവസക്കാലത്തേക്ക് നമുക്ക് കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആഭരണത്തിന്റെ പണിക്കൂലിയിൽ ഏകദേശം 2500 രൂപ, ഓരോ പവൻ പണിക്കൂലിയിലും 2500 രൂപ അധികം ഡിസ്കൗണ്ട് ആണ് കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ അടുത്തൊരു 20 ദിവസം കൊടുക്കുന്നത്. അതുപോലെ തന്നെ സഫ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങിക്കുന്ന സമയത്ത് മാർക്കറ്റ് വിലയേക്കാൾ 33 രൂപ അധികം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എങ്ങനെയാണ് മാർക്കറ്റ് വിലയേക്കാൾ 33 രൂപ അധികം നമുക്ക് നൽകാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം വരും. സഫ ജ്വല്ലറിയിൽ നിന്ന് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള സ്വർണ്ണാഭരണത്തിന്റെ പരിശുദ്ധി 100% വിശ്വാസമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് പുതിയ സ്വർണ്ണാഭരണങ്ങളിലേക്ക് മാറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ലോസുകൾ വളരെ കുറവാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സഫ ജ്വല്ലറിയിൽ നിന്ന് മുന്നേ വിറ്റിട്ടുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്ത് പുതിയ സ്വർണ്ണാഭരണം ആക്കി കൊടുക്കുന്ന സമയത്ത് പഴയ സ്വർണ്ണാഭരണത്തിന്റെ മുകളിൽ 33 രൂപ ഗ്രാമിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഡയമണ്ട് ആഭരണങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങളുടെ ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഓരോ ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നൽകുന്നുണ്ട്, ഗിഫ്റ്റായി നൽകുന്നുണ്ട്. അതിന്റെ പുറമെ ഒരു 1 ലക്ഷം രൂപയുടെ ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗും നമ്മൾ സൗജന്യമായിട്ട് ഗിഫ്റ്റ് നൽകുന്നുണ്ട്. സഫ ജ്വല്ലറിയുടെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഓർണമെന്റ്സ് എല്ലാം നമുക്കൊരു അസറ്റ് ആണ് അല്ലെ. നമുക്ക് ഈ സ്വർണം എപ്പോൾ വാങ്ങിച്ചാലും നഷ്ടമില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഈ അസറ്റിന് ഒരു ഇൻഷുറൻസ് നിർബന്ധമാണ്. അപ്പോൾ വളരെ ട്രാൻസ്പെറൻസിയോടുകൂടി തന്നെ വളരെ ലീഗലായിട്ട് നടത്തുന്ന ബിസിനസ് സംരംഭമാണ് സഫ ജ്വല്ലറിയുടെ. തീർച്ചയായിട്ടും അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഓരോ ഉപഭോക്താക്കളുടെയും സ്വർണം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം കൂടെ സഫ ജ്വല്ലറിക്ക് ഉണ്ട്. അതുകൊണ്ട് വളരെ ട്രാൻസ്പെറന്റ് ആൻഡ് ലീഗൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സഫ ജ്വല്ലറി ഓരോ ട്രാൻസാക്ഷനിൽ വരുന്ന സ്വർണ്ണാഭരണത്തിനും ഇൻഷുറൻസും കൂടി, സഫ സെക്യൂർ എന്നുള്ള ഇൻഷുറൻസും കൂടി, നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷയും കൂടി ഇതിനോട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സ്വർണം നല്ല സ്വർണ്ണമാണ് എന്നുള്ള ഗ്യാരണ്ടിക്ക് ഉപരി അവരുടെ സ്വർണം എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് മോഷ്ടിക്കപ്പെട്ട് പോവുകയാണെങ്കിൽ പോലും അത് ക്ലീൻ FIR ഷീറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ക്ലെയിം ചെയ്തെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി സഫ ജ്വല്ലറി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് സഫ ജ്വല്ലറിയുടെ ബിസിനസ് ട്രാൻസ്പെറൻസിക്ക് ഇത് മുതൽക്കൂട്ടായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആക്ച്വലി അതെനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രിയിൽ വളരെ ചുരുക്കം മേജർ ബ്രാൻഡ്സ് ആയിട്ടുള്ള വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ഇതൊരു കോസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് നമുക്ക് പരിരക്ഷ നേടണമെങ്കിലോ ഒരു കോസ്റ്റ് മാനേജ്മെന്റ് ആദ്യം മുടക്കിയാൽ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി ഇതിനു വേണ്ടി മുന്നോട്ട് വരിക. അപ്പോൾ നല്ലൊരു കോസ്റ്റ് ഇതിനു വേണ്ടി മുടക്കിയിട്ടാണ് ആക്ച്വലി നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സ്വർണത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇൻഷുറൻസ് പരിരക്ഷയും കൂടെ നമ്മൾ മുന്നോട്ട് വെച്ച് പോവുകയാണ്. സഫ ഗ്രൂപ്പ് ഡയറക്ടർ KT ഹംസ, ജനറൽ മാനേജർ KT അബ്ദുൾ മജീദ്, മാർക്കറ്റിംഗ് ഹെഡ് R ദീപക്, റീറ്റെയിൽ ഹെഡ് അഖിൽ DK, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ സൈഫുൾ ഇസ്ലാം, അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ VP യാസർ, എക്സ്പാൻഷൻ മാനേജർ പ്രശോഭ്, മേലാറ്റൂർ ഷോറൂം മാനേജർ അബു യൂസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.